അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഇന്ന് ഈദ് പെരുന്നാൾ ദിവസം തന്നെ ഇടുന്ന ഫസ്റ്റ് വ്ളോഗ് പെരുന്നാൾ ദിവസം ഇടുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ പോർഷൻ 911 തൊട്ടപ്പുറത്ത് പോർഷൻ 911 തന്നെ ഉണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. എൻ്റെ സിസ്റ്റം ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ സെറ്റപ്പ് ഒത്ത് ഇവിടെ ഫുൾ അടിക്കണം. അപ്പോൾ ഞാൻ ക്യാമറ വിടടാ. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. ക്യാമറ ചരിഞ്ഞായിരിക്കാം, ഓക്കെ ആണോ? അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇന്ന് ഫുള്ളും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫുൾ വ്ളോഗ് ചെയ്യുന്നതും പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നതും അതൊക്കെ ആയിരിക്കും ഫുൾ വ്ളോഗ്. പിന്നെ എൻ്റെ സിസ്റ്റേഴ്സ് രണ്ടുപേരും റെഡി ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവരെ കാണിക്കുന്നില്ല. റെഡി ആയി കഴിഞ്ഞിട്ട് അവരെ കാണിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വേണ്ടി ഫോട്ടോഷൂട്ടും പിന്നെ ഫ്രണ്ട്സിന് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമത്തെ എൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ പൊളിയാം. ഇങ്ങനെ കാണാറൊന്നുമില്ല, വല്ലപ്പോഴൊക്കെയാണ് ഇതുപോലെ പണിയൊക്കെ എടുക്കണേ. കിഡിലും ഫ്രെയിം ഉണ്ടോ? നീ അവിടെ അവിടുന്ന് ഊഫ്, കിഡിലും ഫ്രെയിം. ഞാനൊരു വീഡിയോഗ്രാഫർ തന്നെ. ഫുഡ് എന്താ നോക്കട്ടെ? ഫുഡ് എന്താ നോക്കട്ടെ? പള്ളി പോയി കഴിഞ്ഞാൽ ബീഫ്, നല്ല ബീഫും പുട്ടും ഉണ്ട്. കണ്ടില്ലേ? നല്ല പുട്ട്, സൂപ്പർ. ഇതെന്താ? ചായ ഇല്ല, ചായ അടിച്ചിട്ടില്ല. ഓക്കെ, ചാടിക്കാൻ നിർത്തണം. കിഡിലും ഫ്രെയിം ഇട്ടാ ആയിരിക്കില്ല അടി തന്നെ. ബീഫ് കറി. ഞാൻ സൂത്രം കാണിച്ചു തരാം. ഞാൻ വ്ളോഗ് എടുക്കില്ല, ഞാൻ വീഡിയോ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോ പിണങ്ങി കിടക്കണ നോക്കിയേ. മതി, വീഡിയോ എടുത്തല്ല എന്ന് പറഞ്ഞപ്പോ പിണങ്ങി കിടക്കണ. എന്റെ വീഡിയോ എടുത്തില്ലേ? ഓക്കെ അല്ലേ? അവക്ക് വീഡിയോ എടുത്തു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു നിനക്ക് ജാടയില്ലെന്ന് വെച്ചപ്പോ കിടക്കണുണ്ടാ പിണങ്ങി. ഞാൻ ഇത് വ്ളോഗിലിടും കേട്ടോ, സത്യമായിട്ട് വ്ളോഗിലിടും. പിന്നെ ഹെയ്റ്റ് ഇട്ടിന്നൊന്നും പറയരുത് കേട്ടാ. ഞാൻ വ്ളോഗിലിടും, ഞാൻ ഉറപ്പായിട്ട് വ്ളോഗിലിടും. വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് വീഡിയോ എടുത്തോ. നീ പറയുന്നത് കേൾക്കൂല എന്റെ മൈക്ക്. ഒന്നോട് പറഞ്ഞേ ഫോട്ടോ. വീഡിയോ ആണോ? വീഡിയോ വേണ്ട, കാര്യം പറ. വീഡിയോ വേണമെങ്കിൽ ഇപ്പൊ എടുത്തോ, ഞാൻ എഡിറ്റ് ചെയ്ത് തരും. പുറത്ത് ഞാൻ എടുത്തരാം. പുറത്ത് പോട്ടെ. ഇപ്പൊ നീ ലോങ്ങിലൊന്നും കേൾക്കൂല, സംസാരിച്ചാ. ഇത്ര അടുത്ത് തന്നെ മൈക്ക്. ഞാനത് ഫുള്ള് മൈക്കിന്റെ കാര്യങ്ങൾ പഠിക്കാണ്ട്, മനസ്സിലായോ? പറയില്ല. ഓക്കെ പാവൻ അത് കിട്ടിയില്ല. പാവേനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങാ. വീഡിയോ വേണമെങ്കിൽ ഞാൻ എടുത്തരാട്ടാ, ഇനി ഞാൻ എടുത്തരില്ല. എന്താ പുറത്തോട്ട് എടുക്കാം? ഓക്കെ അല്ലേ? ഇറങ്ങിന്നെ പുറകിലിട്ട് ഇറങ്ങിക്ക്. വൈഡ് ഇറങ്ങണമെങ്കിൽ ഇത് ഇനി പോസ്റ്റ് ചെയ്തിട്ട് ഓഫ് ചെയ്യണം. 17 Pro അല്ല, 16 അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. അങ്ങനെന്നോ? ഓക്കെ അല്ലേ?
ഞാനൊരു ഗുഡ് വീഡിയോഗ്രാഫർ ആവും, നല്ല കിട്ടില്ല ഫ്രെയിമൊക്കെ. ഇവിടെ മറ്റേ പാട്ടൊക്കെ ഇടണം, പക്ഷേ കോപ്പറേറ്റ് ഇടും. എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയല്ല. ഫോട്ടോ മതി, ഫോട്ടോ വീഡിയോ മാത്രം മതി. പുറത്തു പോകുമ്പോ ഫോട്ടോ വീഡിയോ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ ആണ്? ഓക്കെ, എന്നാ പുറത്തേക്ക് പോയാലോ. ഞാൻ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചോട്ടെ. ചാരാൻ സാധ്യത അങ്ങോട്ടേക്കാണ് ആദ്യം പോണേ. അങ്ങോട്ടേക്കാണ് ആദ്യം പോണേ. മോനുണ്ട് തട്ടറുണ്ടാ? തട്ടരുതേ. ഇവര് തട്ടണില്ല, ഇവര് ഇതൊന്നുമില്ല. ഇതേ നല്ല ഫ്രെയിമിലൊക്കെ ഞാൻ എടുത്തരും. കണ്ട, ഇതൊക്കെ നല്ല ഫ്രെയിമാണ്. ഇപ്പോൾ അവര് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി അമ്മയുടെ വീട്ടിലോട്ടോ. അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് സംസാരം ഇതൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ നമുക്ക് ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോകാം. അതായിട്ട് വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക, അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യാം. സോ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എല്ലാവരും കേൾക്കണം, ഇവിടെ എന്തിനു പറ, ഇതിനെ കുറിച്ചൊക്കെ എന്തിനു പറ. ഇവന്റെ വ്ളോഗാണേ, ഇതിന് പറഞ്ഞോ. നിന്റെ പഴയ വീട്ടിൽ നിന്ന് വ്ളോഗ് എടുക്കണേ. പറ, ഇതിനെ കുറിച്ച് പറ. ആദ്യം കയറാൻ പറ്റില്ല. താകൂല്ല നമുക്ക് അഡ്വഞ്ചർ ആയിട്ട് ഇതിൽ വലിഞ്ഞു കയറാം. ഒരു മൈക്ക് എന്തേലും വെക്കാറുണ്ട്. ഞാൻ ഒരു മൈക്ക് എന്തേലും വെക്കട്ടെ. പറഞ്ഞോട്ടാ, എന്താ പറഞ്ഞോ സൈറ. ആ പറയണ്ട. മാങ്ങ പറിക്കാം. ഇത് അൾട്രാ വൈഡിലാണ്. കേൾക്കണ്ടോ? എന്നെ കാണണ്ടോ ഇതിനകത്ത്? അജോ ബാ വ്ളോഗിലേക്ക് വാ. ഞാൻ ആങ്കറായിട്ട് വർക്ക് ചെയ്യട്ടെ. ആ, നീ ആങ്കറായിട്ട് വർക്ക് ചെയ്തോ? ഷെയ്ക്കൊക്കെ തന്നെ. അജു പെരുന്നാളിനെ കുറിച്ച് നല്ലൊരു പെരുന്നാളാണ്. ബാക്കി പറഞ്ഞ എന്തിട്ട് നീ വലിയ വർത്തക്ക പറയുന്നത്. നല്ലതാണ് നോക്കട്ടെ, ആരും നീ സെറ്റപ്പാണത്. ഞാൻ ഫ്രെയിം എടുക്കണേ. അജു നല്ലതാണെന്ന് നോക്കി മാത്രമേ ഒരു വ്ളോഗിൽ കയറുള്ളൂ. അജു ലുക്കും ചെക്ക് ചെയ്തിട്ട്. അൽത്താവ് നീ എന്തിനു പറഞ്ഞേ? അൽത്താവിന്റെ കിട്ടില്ല ഫ്രെയിമാണ്, ഫ്രെയിം കിട്ടില്ല. പഴയ വീട് പോയി, അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലാണ് പുതിയ വീട്. പഴയ വീട് എന്തിനാ പോണേന്നൊക്കെ പറ. അത് പഴയ വീട് എന്തിനാ പോണേന്നൊക്കെ പറ. റോഡ് എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ചാൻസ് ഇല്ല. റോഡ് എടുത്ത് എന്തായാലും പോകും. അപ്പൊ ഗവൺമെന്റ് അത് വീടൊക്കെ പൂട്ടി. ശാന്തി സമാധാനം റോഡ്, സീപോർട്ട് എയർപോർട്ട് റോഡ്, അത് ഏത് ഈ വീട് പൊളിച്ചിട്ടാ പോണേന്ന്. അജു എന്തിനാ പറ. മൈക്ക് പറ. മൈക്കിന്റെ ഇതാണ് മൈക്ക്. ഓക്കെ, ഹലോ ഹലോ. ഫ്രെയിമൊക്കെ കിട്ടുന്ന ഫ്രെയിം ആയിരിക്കും. സംസാരിച്ചോ. എന്താന്ന് എനിക്ക് പറ. എടാ ഇതിനെ കുറിച്ച് പറ. അല്ലെങ്കിൽ എന്റെ വ്ളോഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനുള്ള, അപ്പൊ അതിനെ കുറിച്ചെല്ലാം പറ. ഈ ചിരിക്കതൊക്കെ കാണാ. വ്ളോഗിനെ കുറിച്ചാ? ആ, വ്ളോഗിനെ കുറിച്ച്. അതായത് ഞാൻ ഇപ്പൊ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പൊ ഇങ്ങനെ പറ. എന്താ സെലൂടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആ, അത് നിന്റെ പഴയ വീട്ടിൽ നിന്നാ പറയണേ. ഓക്കെ, കിട്ടില്ല ഫ്രെയിം. എന്റെ പഴയ വീട് എൻ്റെ വീടായിരുന്നു, എൻ്റെ സ്വന്തം വീടായിരുന്നു. ഇപ്പോൾ അത് ഗവൺമെന്റ് ഏറ്റെടുത്തു. അത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. അറിയുന്നത് അതാ പയ്യന്മാര് അവിടെ. പിന്നെന്താ? അധികാരണ്ട? അധികാരം പറ്റും. അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല. ദിഹാട് ഓർമ്മ അധികാരണ്ട്. ഇപ്പൊ പുറകിലത്തെ അമ്മരിപ്പോ തുറന്നത്. അമ്മരിപ്പോ തുറന്നു പറഞ്ഞേ. ആ, ഇത് മാത്രമേ തുറന്നിട്ടുള്ളൂ. ആ കുറ്റി മറ്റേ തുറന്നിട്ടില്ല. അവിടെ കുറെ പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. മൈക്കുണ്ട്. മാഗ്നറ്റ് അത് നീ ഇതുപോലെ വെക്കാം പുറകുള്ളിലോട്ട്. എന്താ സെറ്റപ്പ്. ഫ്രെയിമൊക്കെ എടുക്കിങ്ങനെ ഞാൻ എടുക്കുന്ന നിന്റെ ഇതിലേക്ക്. അതൊന്നും പറയില്ല. റിച്ച് അതൊന്നും ഞാൻ ചെയ്തില്ല. അതൊക്കെ ഞാൻ കട്ട് ചെയ്തേട്ടാ. റിച്ച് സെറ്റപ്പ് അവരൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നേ. ഇവിടെ പിണങ്ങിയതൊക്കെ എടുത്ത് സംസാരിക്കണ്ട എന്തിലും. ബ്ലോഗിനെ കുറിച്ച് എന്തെങ്കിലും പറ. ഇത് നല്ലൊരു ഇതാണ്. അല്ല നീ പറ, എന്തിലും പറ. ഇത് നല്ലതെന്ന് പറയില്ലേ? വീഡിയോ എടുക്കണ്ടേ? നീ പറ. നീ ഒന്നും പറയില്ലല്ലോ വീട്ടില്. വീഡിയോ എന്ത് പറഞ്ഞേ? എനിക്കൊരു ഫോട്ടോ എടുത്തരോ? ഫോട്ടോ ഒക്കെ എടുത്തരാ. നീ വീട്ടിലുണ്ടെങ്കിൽ വെയിലത്ത് ഇങ്ങനെ തണലത്ത് നിന്നായി അല്ലേ? ഇത് നല്ലൊരു ഇതാണ്. അവര് പറ്റേ? അവര് വന്നിട്ട് നമുക്ക് റീലെടുക്കാം. അതെ 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 അതെ. അമ്മാനെ കൂടെ
ഏയ് എന്റെ മെയിൻ ആങ്കർ ഉണ്ടായില്ല. ഇങ്ങനെ പോവാം. ഏയ് മരങ്ങോട്ട് പോയി, മരങ്ങോട്ട് കയറി പോയാ. പഴയ വീട്ടിൽ ഡേയ് എവിടെ എങ്ങടെ പോണേ? മാങ്ങ ഇവിടെ ഇതിലാ. മാങ്ങല കാരക്കൂടെ ഉണ്ട്. അൽഫാം അടിക്കാനാ? കരിയുണ്ടാ? കൊറേ ബാക്കിയുണ്ട്. അൽഫാം അടിച്ചാലോ? അൻവർ സാദിന് വോട്ട് ചെയ്യരുത്, എടാ പോരെ. അൻവർ സാദിന് വോട്ട് ചെയ്യരുത്. LDF വരും, എല്ലാം ശരിയാവും. എടാ ഇത് ഞാൻ ഇടൂട്ടെ, ഇത് എങ്ങനെ വൈറലായി കഴിഞ്ഞാൽ അജ്ജു ആ പ്രശ്നമാവും, അത് ഇതാവും, കോൺട്രസി ആവും. നമുക്ക് കൊറേ കാരക്കുണ്ടായിട്ടുണ്ട്. വീട് കൊടുക്കാറാകുമ്പോ കൊറേ സാധനം ഉണ്ടാവുന്നുണ്ട്. മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാവാത്ത ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീട് മാറി കഴിഞ്ഞിട്ട്, വീട് മാറല്ലോ, മാറി ഓൾറെഡി മാറി കഴിഞ്ഞു. ചക്കൊക്കെ വന്നു. ആരോ നിന്റെ ഫോട്ടോ കാണാ? എല്ലായിടത്തടാ എല്ലാ. ഓ ഫ്രെയിമൊക്കെ ഇത് മുഞ്ചെന്തുണ്ടടാ. ഫിൽറ്റർ ഓഫ് ഫോട്ടോഷൂട്ട് ഇവരെയും കൂടി വ്ളോഗിലൊക്കെ നോക്ക്. അവരോ വ്ളോഗിലാക്കാം. ചെക്കനാവാനല്ല പെണ്ണിന് ആവശ്യമുണ്ട്. അത് റിട്ടറാ അജ്ജു ആ ഡബ്ബ ചെയ്യട്ടെ. വരന ആവശ്യമുണ്ടെന്ന് കിട്ടില്ല. ഫോട്ടോഗ്രാഫി ബൈ റാഷിദ്. വരന ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇത് 2x ആണോ? 3x ആവില്ലേ? 3x ആവും. 2xൽ കുറച്ചുകൂടി കയറി എടുക്കാൻ സെറ്റാണ്. ഓ 7 മിനിറ്റ് നിന്ന് വ്ളോഗ്. മൈക്കും കിടയില്ലല്ലോ, നിങ്ങളുടെ മൈക്കൊന്നും അറിയാല്ല. ഇതെങ്ങനെ ഞാൻ എടുക്കണോ? വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കണോ? വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കണോ? അറിയോ? നിങ്ങളെല്ലാം വയറിലാവുമ്പോ കണ്ടു ആശി. ആ അടിയാക്കി നീ എന്നാ പുറത്തേക്ക് നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുത്താലോ, റീൽ എടുത്താലോ? മാങ്ങി അത് മാങ്ങ ഇവിടെ നടി നിനക്ക് മൈക്കൂരി ആ കാന്തപ്പുറയിലുണ്ടേ. അവിടെ പോവാം. അതിന്റെ നടുക്ക് നല്ല രസമായിരിക്കും. ഓക്കെ അതിന്റെ ഉള്ളിൽ കൂടെ ചാടണം. പോവാൻ പറ്റും. അതിൽ കൂടെ ചാടണം. നമുക്ക് അഡ്വഞ്ചർ വ്ളോഗ് ആവാം. ആ ഇത് കണ്ട മരം കണ്ട, അതിന്റെ അപ്പുറത്തുനിന്ന് ചാടണം. എന്നിട്ട് താഴെ ഇറങ്ങിയിട്ട് അതിൽ കൂടെ പോണം. അഡ്വഞ്ചർ വ്ളോഗ് ആവാം നമുക്ക്. മാങ്ങേനുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങേനുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. വയറിറങ്ങി വേണ്ട എന്തേലും പറ്റി കഴിഞ്ഞാലാ. അജു ഫോട്ടോ കിട്ടിയാ? നല്ല ഫോട്ടോ എടുത്താനോ? ഞാൻ വ്ളോഗ് വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് ഞാൻ എടുത്തരാം. ഇതാണ് കുന്നത്തേരിലെ കാർത്തിക് സൂര്യ. ഹായ്. നിന്റെയൊക്കെ വ്ളോഗിൽ എടുത്താണ്ടാ? നിന്റെ മറ്റേ വീഡിയോ ഞാൻ ഇട്ടാ. കുന്നത്തേരിയിലെ നീ എവിടെയായിരുന്നു? പറയുന്നത് എന്റെ വ്ളോഗിനെ കുറിച്ച് പറ. വ്ളോഗിനെ പറ്റി എന്ത് ചെയ്യും, പക്ഷെ എന്ത് പറയും? അത് എന്റെ ഇപ്പൊ പുതിയ വ്ളോഗ്, അതായത് പെരുന്നാളിന് ഞാൻ വ്ളോഗ് ഇട്ടത്. ഞാനിപ്പോ വന്നേ ഉള്ളൂ. നിനക്ക് പെടലെന്താ പറ്റി? പെടലി നീ കുറച്ച് ഒച്ചയിലേക്ക് സംസാരിച്ചോട്ടോ. മൈക്ക് കേക്ക് വന്നാലും ഒച്ചിട്ട് സംസാരിച്ചോ. അത്ര എന്തിനു പറ, വ്ളോഗിനെ കുറിച്ച് എന്തിനു പറ, വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്തിനു പറ, വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്തിനു പറ. എന്തോന്ന് പറയാ അത് പറഞ്ഞ അങ്ങനെ പറയാ മതി. ആ ശരി. ക്യാമറമാൻ എന്തിനു പറയണ്ട? ക്യാമറമാന് എന്താ പറയാ, ബിസിലൂടെ മൈക്ക് പോയി ഞാനാണ് കണ്ടുപിടിച്ചു കൊടുത്തത്. മൈക്കല്ല, ഏതോ സാധനം. സി
സി പോയാലേ അവൻ കണ്ടുപിടിച്ചത് അവന് ഇത് വേണം. അൽത്താവേ നീ ഒന്നും പറഞ്ഞില്ലല്ലോ വ്ളോഗിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേ? വ്ളോഗിനെ കുറിച്ച് എന്താ പറയാ, നീ മൂഞ്ചും വ്ളോഗ് എടുത്താലും മൂഞ്ചും, വ്ളോഗ് എടുത്തില്ലെങ്കിലും മൂഞ്ചും. ഉറപ്പാണ് മൂഞ്ചന്മാരിങ്ങനെയൊക്കെ പറയാം, അത് മൈൻഡ് ചെയ്യണ്ട. ഇവന്റെ അനിയനാണ് ഇത് ചെയ്ത്. യേശു എന്ത് സുഖം. റാശി ഇമാര് ഫോട്ടോ ഷൂട്ടാ. ഇതുവരെ എനിക്കൊരു ഫോട്ടോ ഷൂട്ട് കിട്ടിയില്ല. എൻ്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല. അൾട്രാവേഡിലാണോ അതിന്റെ? അതല്ല ഇങ്ങോട്ടൊന്നേ കാണിക്കല്ലേട്ടാ, അധികം കാണിക്കില്ലേ പോയി ഇതുപോലെ എടുക്ക്. അതല്ല ഇങ്ങോട്ട് നോക്ക്, ഇതല്ലല്ലോ കിട്ടില്ല വീഡിയോ. ഇങ്ങനത്തെ സാധനം പോസ്റ്റ് ചെയ്തേട്ടാ. ഇത് അൾട്രാവേഡില് കിട്ടില്ല, അൽത്തുവിന്റെ ഒരു കിട്ടില്ല. അൽത്തോ ഇത് എന്നെ ഡബ്ബേട്ടെ ഇത് മറ്റേ മുർഷിയിലെ മറ്റേ ഇതില്ലേ, നോക്കി ഇങ്ങനെ അവിടെ ഇന്ദ്ര. ഞാൻ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്തില്ല. കേട്ടോ സെക്കൻഡ് ക്യാമറ ഉള്ളിൽ വെക്കട്ടെ, ക്യാമറ ഉള്ളിൽ സെറ്റ് ചെയ്യട്ടാ. നീ ഇത് പറയണോ? കുറച്ചടുത്തേക്ക് വേണ്ട. ഇങ്ങോട്ട് പോണേ. പച്ചവെള്ളം മതി, വെള്ളം കിട്ടിയാൽ ആദ്യം കൈ പിടിച്ച പോലെ കൈ പിടിക്കും. ശരി നീ എടുക്കോ? അജു, അപ്പൊ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ പറയാണ്ടോ? ഇത് ഞാൻ ഇടൂട്ടാ, ഇത് ഞാൻ അങ്ങനെ തന്നെ ഇടേ, ഞാൻ അങ്ങനെ തന്നെ ഇടും. അയ്യേ മങ്ങാണ്ടി ചാണത്തി ചവിട്ടിയതാ. ചാണാത്തി ചവിട്ടി വീടായിരുന്നു. അപ്പൊ വീണില്ല, മുണ്ടിരുന്നായില്ല. ബാക്കിലേക്ക് അയ്യേ ബാക്കിലായ നോക്കിയേ, ബാക്കിലായ ബാക്കിലായല്ല ഇഞ്ചൊക്കെ ചെയ്ത് നീ അജു ഇഞ്ചൊക്കെ ചെയ്ത് കണ്ട ആരാ? നീ എടുക്ക്, ഞാൻ വ്ളോഗ് ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. അൽത്തോ വൈൻഡപ്പ് ചെയ്യണം, എന്തിനും പറ. വൈൻഡപ്പ് ചെയ്യണം വ്ളോഗ്. ശരിയോടാ, ചാണാൻ ചവിട്ടിയ സീൻ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. നീ നേരത്തെ എന്ന് പറഞ്ഞ മൂഞ്ചിരുന്നല്ലേ, ഇപ്പൊ നല്ലത് പറ, ഒന്ന് നല്ലത് പറ. നല്ലത് പറയണോ? നല്ലതായിട്ട് എന്താ പറയാ, ഹാപ്പി ഇത് മുബാറക്, ഹാപ്പി. നല്ലതാണോ ഫുൾ നടക്കണേ? എടാ ഒരു ജസ്റ്റ് ഒരു കിട്ടില്ല വ്ളോഗ്. പയ്യൻ രണ്ട് പയ്യന്മാരോട് ഓരെ കാണിക്കണ്ട, വെറുതെ എന്തിനാ ഹീറ്റ് വാങ്ങിക്കണേ രണ്ടുപേര്. ചിരിക്കല്ലേ നീ ഇങ്ങനെ? എന്താ നീ ചിരിക്കണേ? പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങനെ എന്തെന്ന് പറഞ്ഞു അമ്മ മൈനസ് കുറവായി, അമ്മ തിരിച്ചു പോയിട്ട മൈനസ് സൈനിങ് ഔട്ട്. അത് അജു നിന്നെ കാണിച്ചാണ് സൈനിങ് ഔട്ട്. അത് ഇല്ലില്ല, വ്ളോഗ് ആക്കിയിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് ബിരിയാണിയോട് സീനൊക്കെ ഉണ്ട്, ബിരിയാണി ഇങ്ങനെ തീരക്കണം. സോറിടാ, ഇപ്പൊ ഇവിടെ വെച്ചിട്ട് അത് അവസാനിക്കാൻ വ്ളോഗ്. ഇനി വീട്ടിൽ ചെന്നിട്ട് ബിരിയാണി ഇങ്ങനെ അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ പോലെ പൊടി പൊടി ഇങ്ങനെ പൊടിയേ. ഇത് ഓൾറെഡി മറ്റേ നാനൊരു ഇതൊന്നും വെച്ചില്ലല്ലേ, ഇളക്കി അല്ല അങ്ങനെയല്ല അതിലെ വയ്ക്കൂലേ ഉണ്ട്. എന്തൊട്ട് തിന്നാൻ വേണ്ടി വന്നാണോ ഇതിന്?
ഊ, 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 ഊ. നിനക്ക് എന്താണോന്ന്? എന്തിനി എന്തിനി ലോങ് റൈസ് ഞാൻ വെച്ചാ എന്തിനി ലോങ് റൈസ് ലോങ് റൈസ് ആ മന്തി റൈസിന്റെ അത്ര ഒന്നും ഇല്ല ഇത്. എന്നത് വലിയതായിട്ട് തോന്നണ്ട. അങ്ങനെയല്ല എടുക്കണ്ടേ. ഒരു സൈഡ് എടുത്തിട്ട് ആ സൈഡിന് അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കണം. ഇതിങ്ങനെ എന്നിട്ട് മിക്സ് ചെയ്യണം അതിനകത്തിട്ട് അങ്ങനെ ചിക്കനോടെ പോയി ഏ ഏ ഉമ്മയല്ലേ ഉണ്ടാക്കിയത്? ചിക്കനോടെ പോയെന്നാ? ഹായ്. അപ്പോൾ വീഡിയോയുടെ ഔട്ടർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എഡിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു വീഡിയോ. അപ്പോൾ വീഡിയോയുടെ ഔട്ടർ കൊടുക്കാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോയൊക്കെ പ്ലാൻ ഉണ്ടായി. അപ്പോൾ പിന്നെ എൻഡ് ചെയ്യേണ്ടെന്ന് അവിടെ ചോർത്തിട്ട് ഞങ്ങൾ പിന്നെ അത് എൻഡ് ചെയ്തില്ലായിരുന്നു. പിന്നെ ബീച്ചിൽ പോകാൻ നമുക്ക് കുറച്ച് വഴുകി പോയിട്ടോ. ഒരു 5:30 ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും ഒരു 5:30 അല്ല, ഒരു 6, 5:45 കൊണ്ട് ഇവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും രാത്രിയായി, ഒരു 6:30. അപ്പോൾ ഒന്ന് ഇരുണ്ടു. ഇപ്പോൾ പിന്നെ വ്ളോഗ് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് അങ്ങ് പോയി. അത് വെളിച്ചൊന്നുമില്ല, ഫുൾ ഡാർക്ക് ആയതുകൊണ്ട്. പിന്നെ എപ്പോഴും ഇങ്ങനെ ലൈറ്റ് ഓൺ ആക്കി എടുക്കണേക്കാൾ നല്ലത് എടുക്കണ്ടെന്ന് തോന്നി. പിന്നെ ഒരു മടിയുണ്ട്, ചെറിയൊരു മടിയുണ്ടായി. അപ്പോൾ അത് ആ വ്ളോഗ് എടുത്തില്ല അവിടെ വെച്ച്. അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങ് അവിടെ നിന്ന് ഞങ്ങൊന്നും ചെയ്തില്ല, ഔട്ടർ പോലും എടുത്തില്ലായിരുന്നു. സോ അങ്ങ് അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഫുൾ പീസ്ഫുൾ മൈൻഡിലായിട്ട് കാറ്റൊക്കെ കൊണ്ട് അവിടെ കുറേ നേരം ഇരുന്ന്. അത് കഴിഞ്ഞൊരു 11 മണിയായപ്പോൾ ഇങ്ങോട്ട് പോന്നു. 11:30 ആയപ്പോഴേക്കും വീട്ടിലോട്ട് പോന്നു. പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ നല്ല ക്ഷീണം ഉണ്ടായി എനിക്ക്. 11:30 ആയപ്പോൾ കിടന്നു. അപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ ഒരു ഉറക്കൊഴിഞ്ഞിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ ക്ഷീണമൊക്കെ നല്ല ക്ഷീണം ഉണ്ടായി. ഉറക്കം, കണ്ണൊക്കെ വെറുതെ കിടന്നുറങ്ങിപ്പോയി. ഞാൻ ശരിക്കും 11 മണിയാകുമ്പോഴേക്കായിരുന്നു എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഗെയിം കളിക്കാനാണെങ്കിൽ ഞാൻ ഇരിക്കാറുള്ളത്. ഞാനൊരു എന്തായാലും ഏകദേശം ഒരു 2-2:30 മണി വരെ ഞാൻ ശരിക്കും രാവിലെ വരെ ഇരിക്കാറുള്ളത് ഞാൻ. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ വന്നപ്പോൾ തന്നെ നല്ല ഒറ്റ ഉറക്കം ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഇപ്പോൾ രാവിലെ എണ്ണിട്ടാണ് ഞാൻ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കണേ. സോ അതിലപ്പോൾ നോക്കിയപ്പോൾ ഔട്ടർ ഉണ്ടായില്ല. അപ്പോൾ വീഡിയോ എഡിറ്റ് ലാസ്റ്റ് എത്തിയപ്പോൾ ഞാനൊന്ന് ഔട്ടർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ഔട്ടർ ചുമ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇതിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ട്. കുറേ മൈക്കിൻ്റെയും അല്ലാതെ അതിൽ വിഷ്വൽസ് എടുക്കുന്നതിൻ്റെ കുറേ മിസ്റ്റേക്ക് ഉണ്ട്. സോ പ്രോപ്പർ വ്ളോഗ് എടുക്കാൻ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് വരുന്ന വ്ളോഗിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പയ്യെ ഇനി അങ്ങനെ വ്ളോഗ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കാൻ പ്ലാൻ ഉണ്ട്. സോ എന്തെങ്കിലും ഒരു കണ്ടന്റ് ബേസ് അല്ലെങ്കിൽ എന്തെങ്കിലും വരാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് റെഡിയാക്കാം. മൈക്കിൻ്റെ കേസും വിഷ്വൽസിൻ്റെ കേസും ഒക്കെ റെഡിയാക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ നിന്ന് എൻഡ് ചെയ്യാൻ പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.